ഇമ്രാനും നൂറയും എവിടെയെങ്കിലും കേട്ട് ഞങ്ങളെ ഇത് നൂറ, ഇത് ഇമ്രാൻ. ഇമ്രാൻ 2 വയസ്സിൻ്റെ പൊട്ടിത്തെറി. ഇവിടെ ഞാൻ കയറ് അയച്ച മുതൽ ഇവക്ക് വേണ്ട ഓക്ക് പോകേണ്ടടുത്തൊക്കെ പോയി തിന്നണം. അലമ്പൊന്നും കാട്ടില്ല. ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണാൻ വന്നപ്പം തന്നെ ഹോഴ്സ് പവർന്നും കുതിര ചവിട്ടുന്നും പറയുമ്പോൾ നല്ലോണം പേടിപ്പിച്ച് വെച്ചിന് എന്നെ. മെല്ലെ മെല്ലെ ഞാൻ രണ്ടാളോടൊന്ന് കമ്പനി ആവാൻ നോക്കി. നൂറയ്ക്ക് അത്യാവശ്യം ട്രെയിനിങ്ങൊക്കെ കിട്ടിയതിനെ കൊണ്ട് നൂറ വലിയ കുഴപ്പമില്ല. പിന്നെ വലിയൊരു സാധനത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോഴുള്ളൊരു പേടി ഉണ്ടല്ലോ, ചെറുതായിട്ട് പേടിക്കാൻ വേണോ, ചിലപ്പോൾ അത് കടിച്ചാടുകയും ചെയ്യും, കടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്യും. ഇഷ്ടപ്പെട്ടില്ലേ അതിനാദ്യം ഇവരെ ഇഷ്ടം എന്താണെന്ന് പഠിക്കലാണ് എൻ്റെ പണി. പക്ക ഓഫ് റോഡിങ് ആണ് രണ്ടാളും. നാട്ടിൽ കൂടി തെണ്ടി നടന്ന് പാഞ്ഞ് നടന്ന് ശീലമായവരാ. നല്ലൊരു ഫീലാണ് ഇവരെ നടക്കുക എന്ന് പറഞ്ഞാൽ. പല കാര്യങ്ങളും പഠിപ്പിക്കും. ഒന്നിനും ഇവർക്ക് പേടിയില്ല എന്നുള്ളതാണ്. ഇമ്രാൻ നൂറേനെ ഞാനൊരു ഭാഗത്ത് കെട്ടിയിട്ടപ്പോഴത്തേക്ക് ഇമ്രാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. നൂറ നല്ല അനുസരണമുള്ള കുട്ടിയാണ്. നൂറേൻ്റെ വാല് മൊത്തം ഇമ്രാൻ കടിച്ച് എടുത്തതാണ്. ഇമ്രാൻ വയസ്സാവാത്തതിനോട് നൂറേനെ ഇമ്രാൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാത്തതിനെ കൊണ്ട് കടിച്ചെടുത്ത വാലാണ്. രണ്ടാളും നല്ല ഹരത്തിൽ പുല്ല് തിന്നാണ്. ഇമ്രാനും നൂറയും നല്ല നാട്ടിൻപുറത്തൊരു നാടൻ വളർത്തലാലിൻ്റെ കീഴിലുള്ള നല്ല 2 ഹോഴ്സ് പവറുകളാണ്. എന്തൊക്കെയാ ഓരോ വിശേഷം. ഒരാളെ ഞാൻ അപ്പക്കോലുമ്മ കെട്ടിയിട്ടാണ്, മറ്റേ ആളെ ഞാൻ ഊരി വിട്ടതാണ്. ഞാനല്ല, മുതലാളി തന്നെ ഊരിയിട്ട. പക്ഷെ ഇവിടെ കുറച്ച് നേരമായി ഞാൻ 3-4 സ്ഥലത്ത് കെട്ടി. ഒരു വന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നീങ്ങി ഒരു 100-200 മീറ്റർ ആയിനി. ഇനി പാഞ്ഞു കഴിഞ്ഞാൽ 3 കിലോമീറ്ററൊക്കെ പാഞ്ഞാളും. ഇതോരോ സ്വഭാവം കേട്ടോ, കെട്ടിടാത്ത ഓരോ ജന്മന അവർക്കുള്ളതാണ് കുതിരകളെ സ്വഭാവം. ട്രാവലേഴ്സ് അല്ലേ, ഓരോ വയ്യേക്ക് ഇങ്ങനെ ഓരോ ഇഷ്ടത്തിനൊന്ന് ട്രാവൽ ചെയ്യണം. ചെയ്യുകയാണെങ്കിൽ ഓർക്ക് ഇഷ്ടപ്പെട്ട പുതിയ സ്ഥലങ്ങൾ അങ്ങോട്ട് കാണിച്ചു തരും. അവർക്കിഷ്ടം പുല്ലായതിനെ കൊണ്ട് പിന്നെ നല്ല പീസ്ഫുള്ളായ സ്ഥലത്തെ ഇങ്ങനത്തെ പുല്ലുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇവർക്കിഷ്ടമുള്ള ഫുഡുകൾ അതേക്ക് രാജാക്കന്മാർ പണ്ട് കുറേ കുതിരേനൊക്കെ ഉപയോഗിച്ച്. ഇവിടെ രണ്ടാളെ ഓഫ് റോഡ് കയറ്റണം എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടാൻ വേണ്ടി പോയതാണ്. എന്തായാലും ഒന്ന് സെറ്റായ രണ്ടാളെയും കൊണ്ട് ഓഫ് റോഡ് കയറും. പെണ്ണുങ്ങളെ സ്വഭാവമാണോ ടോപ്പാക്കുമ്പോഴത്തേക്കും പൊന്തോ നോക്കിയത് മനസ്സിലാവേണ്ടിയിരിക്കില്ലേ. കാടാന്ന് വിചാരിക്കേണ്ടി വരും. അപ്പക്കോലും പഴയ അരിപ്പൂവും ഒക്കെ ഉള്ളൊരു കാടാ. പിന്നെന്താ അപ്പയും അരിപ്പൂവും പിന്നെ വേറെന്തൊരു സാധനം. അവിടെ നൂറ നിൽക്കുന്നു, ഇമ്രാൻ അതാ ഇവിടെ നിൽക്കുന്നു. ഇമ്രാനെ ഞാൻ ചീത്ത പറഞ്ഞിരുന്നു. നമുക്ക് ആഗ്രഹത്തിൻ്റെ എൻഡിങ് എത്താന്ന് വെച്ചാൽ കുറച്ച് പായാനും ഉണ്ട്. വലിയൊക്കെ കണ്ട ചവിട്ടു. ഓനവരെ കളിക്കാനാ. ആവശ്യത്തിലധികം ധൈര്യം കൊടുക്കല് പണ്ടേ എൻ്റെ സ്വഭാവം. ഇതുവരെ ഒപ്പരം നിന്നോളി 2 ബൈക്ക് പോണോക്ക്. ചെവിയിൽ കേൾക്കണോക്കി ആടെ മോട്ടറിനുണ്ട്. കുതിര 360 ആന്ന് പറയണ്ടല്ലേ. 360 ഉണ്ടാവില്ലല്ലോ അതിൻ്റെ ബാക്കിൽ, കറക്റ്റ് ബാക്ക് കാണില്ലല്ലോ. നല്ലൊരു മൊഞ്ചൻ ചെക്കനാണ് ഇമ്രാൻ. പ്രായമായിട്ട് ഇമ്രാൻ്റെ പുറത്ത് കയറിയിട്ടൊരു പാച്ചിൽ പായണം.
ഒരു 4-5 മാസം കൂടി കാത്തിക്കണം ഇപ്പം അതിന്. വീഡിയോയിൽ കാണുമ്പോൾ ഒരു പേടിയും തോന്നില്ല, പക്ഷെ എടുത്തെത്തുമ്പോൾ എന്താ അറിയില്ല, ചെറുതായിട്ടൊരു പേടിയാണ്. എടുത്തേക്ക് അങ്ങോട്ട് പോവാം, എങ്ങനെയാ ഓരോ മൂഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കമ്പനി ആക്കണല്ലേ, ആദ്യം ഓളെ കമ്പനി ആക്കണം. നിങ്ങൾക്ക് ഇവൻ്റെ ഒരു പാതി ഓളും കൂടി അതിനോട് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട ഒരേ പാതയിലാണ് നിൽക്കണ വെച്ചാൽ നിൽക്കും. ഇവരെ പരിചയപ്പെടേണ്ട ആൾക്കാർക്കൊക്കെ പരിചയപ്പെടുത്തി തരാം. നമ്മളെ മലപ്പുറം ജില്ലയിലാണ് ഇവർ രണ്ടാളിപ്പം സെറ്റിൽഡായിട്ടുള്ളത്. ഇടയ്ക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് വരും, ഇടയ്ക്ക് കൊണ്ടുവരും. അപ്പം അതിന് മുന്നേ ഇവർ നന്നായിട്ടൊന്ന് പരിചയപ്പെട്ടെ. ഇവരെ വളർത്തുന്ന ആൾ നല്ലൊരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളതിനെ കൊണ്ട് അത്യാവശ്യം ഏത് രീതിയിലും ഇവർക്ക് വേണ്ട ഫ്രീഡമൊക്കെ കൊടുത്ത് വളർത്തുന്ന രണ്ടാൾക്കാരാണ് ഇമ്രാനും നൂറയും. ഇമ്രാനും നൂറയും ഭാവിയിൽ വലിയ രണ്ടാൾക്കാരാവുമല്ലോ. ഇണങ്ങി ചേർന്ന് ജീവിച്ച് പഠിക്കാൻ വേണ്ടി ആ പഠനം ഒരു പഠനത്തിലും കിട്ടില്ല. ഓരോരുത്തർക്ക് ഓരോ വിഷയം കണ്ടുപിടുത്താണ്. ഓരോരുത്തർ കുതിരന്റെ പരം നിന്നിട്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇവിടെ കെട്ടിനാരോന്ന് പ്രശ്നമില്ല പോലെ അനുകൂല ഓന്റെ കയ്യിലാണ് ഒരു കാൽചക്രം ഓന്റെ കയ്യിലാണ്. ഓന്റെ വാഹനമാണ് അല്ല അത് നല്ല സ്ഥലമായിരിക്കും. ആ പോര് കൊണ്ടുപോണ സ്ഥലം നല്ല എനർജി. ഇത് കുറെ നിങ്ങളോട് എങ്ങനെ പറയാ, അത് പോല 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 എന്നൊക്കെ പറഞ്ഞിട്ട് നൂറേൻ്റെ പുറത്ത് മുതലാളി കയറി. മുതലാളിനെ കൊണ്ട് നൂറ ഒരു പോക്കങ്ങോട്ട് പോയി. മുതലാളി ഇതുവരെ കാണാത്ത വഴി കൂടിയാണ് നൂറേൻ്റെ വീട്ടിലേക്ക് പോയത്. ബും എല്ലിട്ട് ഓഫ് റോഡ് ഇറങ്ങിയൊരു പോക്ക് പോയിന്. വയ്യേക്ക് ഓടിയിട്ട് എനിക്ക് കിട്ടിയില്ല. മൊത്തമായിട്ട് കിട്ടുകയാണെങ്കിൽ തിരിച്ച് മുള്ളുറിയാൻ. നൂറേൻ്റെ ഇടം കണ്ടിട്ടുള്ള നോട്ടവും എന്നിട്ട് നമ്മളെ പേടിപ്പിക്കലും ഒക്കെ ശരിയാക്കണം. ഇനി വരെ ഓട്ടം കാണിക്കുന്ന വീഡിയോ അടുത്തതായിട്ട് വരും കേട്ടോ.